വിയറ്റ്നാമിലെ ഹൂച്ചിമിൻ നഗരത്തിന് സമീപമുള്ള കൂച്ചി ടണലുകൾ വിയറ്റ്നാം യുദ്ധകാലത്ത് രൂപം കൊണ്ട ചരിത്ര സ്മാരകങ്ങളാണ്. ഏകദേശം 250 കിലോമീറ്റർ നീളത്തിൽ ഭൂഗർഭത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ ടണലുകൾ അമേരിക്കൻ സേനയ്ക്കെതിരെ പോരാടിയ വിയറ്റ്നാം സേനയുടെ പ്രധാന താവളമായിരുന്നു. വിയറ്റ്നാമിലെ രണ്ടാമത്തെ ദിവസമാണ്. ഞങ്ങളുള്ളത് ഹോച്ചിമിൻ സിറ്റിയിലാണ്. പതിവ് പോലെ ഇന്ന് ഞാനും ശ്വാസം ലേറ്റായി. താഴത്തുനിന്ന് കൊച്ചുവിൻ്റെ മുഖം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത് നമ്മളെ ശ്വാസവറുകളാണ്, അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ. So today we are traveling to one of the important destinations in Ho Chi Minh. That is the Cu Chi Tunnel. ശ്വാസം ലേറ്റ് എന്താണെന്ന് മനസ്സിലായി, പഠിക്കാൻ ടൈം എടുത്താ. 1971. A 10-year-long war was happening between the United States of America as well as between the Vietnam. At that time, the Vietnam was divided into two: the South Vietnam as well as the Northern Vietnam. The Southern Vietnam was with Mr. Ho Chi Minh. He is considered as the important leader in the history. അങ്ങനെ ടിക്കറ്റ് എടുത്ത് ഒരു തേളിനെ നമ്മളെ കൈമിൽ ഒട്ടിച്ച്, എൻട്രൻസ് തന്നെ ഒരു ടണൽ മാതിരിയല്ലേ, കണ്ടില്ലേ? നടന്നു പോകാൻ പറ്റുന്ന ടണൽ, ഇനി കാണാൻ പോകുന്ന ടണലാണ് ടണൽ. അങ്ങനെ ഹാദിക്കിന്റെ ബീജമായിട്ടുള്ള എൻട്രിയാണിത്. അങ്ങനെ അവിടെ എത്തിയപ്പോഴാണ് മറ്റൊരു കാര്യം മനസ്സിലായത്. ഒരു 3-4 മണിക്കൂർ നടന്ന് കാണാനുള്ളുണ്ട്. ഫസ്റ്റിലെ നമ്മളെ കൊണ്ടുപോവുക അതിൻ്റെ ഒരു ഹിസ്റ്ററി ബ്രീഫ് ചെയ്യുന്ന ഏരിയയിലേക്കാണ്. ഇവിടെ നമുക്ക് മോണിറ്ററിലൂടെ അതിൻ്റെ ഹിസ്റ്ററി ഒന്ന് ബ്രീഫ് ചെയ്ത് തരും. എന്നിട്ട് നമുക്ക് ഒരു ഗൈഡിൻ്റെ സഹായത്തോടെ നമുക്ക് ബാക്കിയുള്ളത് അവർ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അതാണ് ഒരു പ്രൊസീജിയർ. ഇതൊക്കെ ട്രാപ്പുകളുടെ പലതരം മോഡലുകളാണ്. അതായത് അമേരിക്കൻ പട്ടാളക്കാരെ ഇത്തരം ട്രാപ്പുകളിലൂടെയാണ് അവർ കാടുകളിൽ ഇത്തരം ട്രാപ്പുകൾ സെറ്റ് ചെയ്തിട്ട് വീഴ്ത്തിയിട്ടാണ് കൊല്ലാറ്. ഇതൊരു ടണലിൻ്റെ ഒരു എൻട്രിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി എത്ര ഇതിലുള്ള ആളുകൾക്ക് അതിൽ ഇറങ്ങാൻ പറ്റും എന്നുള്ളത്. അങ്ങനെ ഗൈഡിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. കണ്ടില്ല, എല്ലാവരുടെ കൈമിലും കണ്ടില്ല, ഷാസിൻ്റെ ഹാദിക്കിൻ്റെ ഒക്കെ കൈമിൽ ക്യാമറ ഉണ്ട്. ഞാൻ തന്നെ ഇപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് എഡിറ്റ് ചെയ്യണത്. ഒരൊറ്റ വീഡിയോ ഇതുവരെ വന്നിട്ടില്ല. ഉണ്ടല്ലോ, ഹാദിക്കൊക്കെ വൻ ഷൂട്ടാണ്. അതൊക്കെ ഇതൊരു ടണലിൻ്റെ ഒരു മോഡലാണ്. ഇത്തരം ഡെമോൺസ്ട്രേഷനുകൾ അവിടെ പല സ്ഥലത്തും ഉണ്ട്. അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓരോ ഹിസ്റ്ററി നമുക്ക് ഗൈഡ് ബ്രീഫ് ചെയ്ത് തരും. ഇത് നമ്മൾ ഈ ടണലിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ കിച്ചണിൽ കുക്ക് ചെയ്യുമ്പോൾ നേരെ പുക മേലോട്ട് പോയി കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ട് അമേരിക്കൻ പട്ടാളക്കാർക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അതിൻ്റെ പുകയെ ഡൈവേർട്ട് ചെയ്ത് വേറെ സ്ഥലത്ത് കൂടെയാണ് പുറത്തേക്ക് വിടുക. മാത്രമല്ല, ഒരൊറ്റ നേരം മോർണിംഗിലാണ് അവർ കുക്ക് ചെയ്യുള്ളൂ. അതിൻ്റെ കാരണം ആ സമയത്ത് മിസ്റ്റ് ഉണ്ടാകുമ്പോൾ പുകയും മിസ്റ്റും തമ്മിൽ അറിയില്ല എന്നുള്ള ഇതുകൊണ്ട്. പിന്നെ നമ്മൾ ഇനി കാണാൻ പോകുന്നതാണ് ഇതിൽ ഭീകരം. കണ്ടില്ലേ, പല തരം ട്രാപ്പുകളാണത്. ഇത് അമേരിക്കൻ പട്ടാളക്കാർ വിയറ്റ്നാം പട്ടാളക്കാരെ തപ്പി കാട്ടിലേക്കൊക്കെ വരുമ്പോൾ ഇത്തരം ട്രാപ്പുകൾ അവിടെയൊക്കെ സെറ്റ് ചെയ്ത് വെക്കും. അതൊന്ന് വിയറ്റ്നാം പട്ടാളക്കാർ സംരക്ഷണത്തിനാണെങ്കിൽ ഇവർ ഈ ട്രാപ്പിൽ അമേരിക്കൻ പട്ടാളം വന്നു കഴിഞ്ഞാൽ ഒരു തരത്തിലും പൊന്താൻ കഴിയില്ല. അത്തരം ട്രാപ്പുകളെല്ലാം കണ്ടില്ലേ, കാലുമ്മലും ഉള്ള കുത്തിക്കയറ്റുക, കമ്പി പൊന്താക്കുക, അങ്ങനെ പലതരം കലാപരിപാടികൾ. ഇത് കണ്ടില്ലേ, വാതിൽമേൽ കൊടുക്കുന്ന പലതരം ട്രാപ്പുകൾ. അതൊക്കെ ഇത് പിന്നെ ടണലിൻ്റെ ഉള്ളിലുള്ള ഒരു വെപ്പൺ വർക്ക്ഷോപ്പാണ്, അല്ലെങ്കിൽ ആയുധ നിർമ്മാണശാല. അതാണിത്. ഇതിൻ്റെ മേലെ കണ്ടില്ല, ഓല കൊണ്ടല്ല ഇപ്പം മേഞ്ഞത്. അങ്ങനെ ഉണ്ടാവില്ല ആ സമയത്ത്. ഈ ഭൂമിക്ക് കറക്റ്റ് ലെവലായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഒന്ന് ആലോചിച്ച്, ഒരാൾക്ക് ഇരിക്കാനുള്ള ഒരു സ്പേസേ അതിൻ്റെ ഉള്ളിൽ കിട്ടുള്ളൂ. അങ്ങനത്തെ 250 കിലോമീറ്റർ ടണലിൻ്റെ ഉള്ളിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എന്തൊക്കെയുണ്ട്? ഹോസ്പിറ്റലുണ്ട്, റൂമുകളുണ്ട്, കിച്ചൺ ഉണ്ട്, ഡൈനിങ് ഉണ്ട്. ഇതൊക്കെ ഭൂമിൻ്റെ അടിയിൽ. അത് എത്ര കാലം എന്നറിയോ? ചരിത്രം പറയുന്നത് 1955 മുതൽ 1975 കാലഘട്ടം ടണലിൻ്റെ ഉള്ളിലായിരുന്നു വിയറ്റ്നാമിലെ ഒരുവിധ ആളുകളൊക്കെ. പിന്നെ ഏറെക്കുറെ നമ്മൾ നടന്നുകൊണ്ട് നമ്മളുടെ ഇഷ്ടമായിട്ടുള്ള ഒരു ജോലിയാണല്ലോ തിന്നുക കുടിക്കുക എന്നുള്ളത്.
ഞങ്ങളും അങ്ങനെ തന്നെയാണ്, എവിടെ പോയാലും അത് വിടാറില്ല. അങ്ങനെ നടന്ന ക്ഷീണമൊക്കെ മാറ്റി ദാഹത്തിനുള്ള കുടിച്ച് നടത്തം തുടരുകയാണ്. ഇത് മറ്റൊരു അത്ഭുതമാണ്, അവരുടെ ഈ ചപ്പല്. ഇത് ശരിക്കും നമ്മൾ മുന്നോട്ട് നടന്നാൽ, ഒരാൾ നമ്മൾ ഫുട് പ്രിന്റ് ട്രേസ് ചെയ്താൽ നമ്മൾ പിന്നോട്ട് നടന്ന മാതിരി ആയിരിക്കും കാണുക. അതും ഈ അമേരിക്കൻ പട്ടാളക്കാരെ ഇവരുടെ ഫുട് പ്രിന്റ് വെച്ച് ട്രേസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്കാണ്. എന്ന് വെച്ചാൽ ഫ്രണ്ടിലെ സോളിന്റെ വീതിയിലായിരിക്കും ബാക്കിലെ സോളിന്റെ നമ്മൾ നോർമലിന്റെ വീതിയിലായിരിക്കും ഫ്രണ്ടിലെ സോൾ ഉണ്ടാവും ഏതിൻ്റെ ആ ചപ്പലിന്റെ. അപ്പൊ അതും ഒരു ട്രിക്കായിരുന്നു. അങ്ങനെ പല പല ട്രിക്കുകളിലൂടെയാണ് വിയറ്റ്നാം എന്ത് ചെയ്തത്, അവരെ രാജ്യം സ്വതന്ത്രമാക്കിയത്. ഇത് നമുക്ക് ഇറങ്ങാൻ പറ്റിയ ഒരു ചെറിയ ടണലാണ്. ഇത് നിങ്ങൾ കാണണം. ഞങ്ങൾക്ക് 2 മിനിറ്റോ 3 മിനിറ്റോ ഉള്ളൂ ഈ ടണലിൻ്റെ ഉള്ളിൽ കൂടെ ഉള്ളൊരു നടത്തം ഉണ്ടല്ലേ. അത് അതിൻ്റെ ഉള്ളിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നിട്ട് എനിക്ക് നിങ്ങളോട് വേറൊരു കാര്യം പറയുന്നുണ്ട്. കൊച്ചാണ് ഇറങ്ങണത്, അതെൻ്റെ കാലാണ് ഉണ്ടല്ലേ. കൊച്ചു നടക്കുമ്പോൾ കണ്ടോ, ഈ നടത്തം 250 കിലോമീറ്റർ നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്ര വർഷം ഒന്ന് ആലോചിച്ച് നോക്കൂ അല്ലേ. അത് അവർക്ക് അവരുടെ രാജ്യത്തോടുള്ള ആ സ്നേഹം തന്നെയാണ്, നമുക്ക് മനസ്സിലാവും. പിന്നെ ഞങ്ങൾക്ക് അവിടെ ഇഷ്ടപ്പെട്ടൊരു സംഭവം കപ്പയും ചമ്മന്തിയും. ഇതും ശരിക്ക് ആ കാലഘട്ടത്തിൽ ഈ തുരങ്കത്തിനുള്ളിൽ അല്ലെങ്കിൽ ഈ ടണലിൻ്റെ ഉള്ളിൽ താമസിക്കുമ്പോൾ അവർ കഴിച്ചിരുന്ന ഫുഡിൻ്റെ അതേ ഡിറ്റോ ആണ് ഇപ്പോഴും നമുക്കത് സെർവ് ചെയ്ത് തരുന്നത്. അങ്ങനെ ഹൂച്ചിമിൻ സിറ്റിയോട് വിട പറഞ്ഞ് ഞങ്ങൾ ഹാനോയിലേക്ക് യാത്ര തിരിക്കുകയാണ്. അങ്ങനെ എയർപോർട്ടിലെത്തി ഹൂച്ചിമിൻ സിറ്റിയോട് വിട പറഞ്ഞു. എയർപോർട്ടിൽ കയറുന്നതിന് മുന്നേ വിശപ്പടക്കാനുള്ള സ്വാഭാവികം ഞങ്ങളവിടെ കയറി. പക്ഷേ ഷാസും ആദിക്കും തമ്മിൽ ഭക്ഷണത്തിൻ്റെ കേസിൽ ചെറിയൊരു അടിപിടിയിലാണ്. ഷാസ് നടന്ന് തളർന്നു പോയിട്ടുണ്ട്. അതിൻ്റെ ഒരു കണ്ടല്ലേ, അത് ഞെട്ടിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഹൂച്ചിമിൻ സിറ്റിയിൽ നിന്ന് ഹാനോയിലേക്ക് പോവുകയാണ്. ഹാനോയിൽ നമ്മൾ അടുത്ത ഒരു അവതാരം കൂടി വരുന്നുണ്ട്, മിസ്റ്റർ വീരാൻകുട്ടി. അവൻ അവിടെ നിന്നാണ് ജോയിൻ ചെയ്യുക. ബാക്കിയുള്ള 3 ദിവസവും വീരാൻ നമ്മളെ കൂടെ ഉണ്ടാവും. അങ്ങനെ ഫ്ലൈറ്റ് കയറി ഒരൊറക്കൊക്കെ പാസ്സാക്കി ആകുമ്പോഴത്തേക്കും ഞങ്ങൾ ഹാനോയിലെത്തി. അടുത്ത വീഡിയോ ഹാനോയ്.